തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ വന്നതാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. വെല്ലുമ്മയും പുണ്ണേച്ചിയും അപ്പും ഞാനും നമസും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളുടെ കൂടെ ഇന്ന് അച്ഛമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛമ്മ ആദ്യമായിട്ടായിരുന്നു എക്സിബിഷൻ കാണാൻ വരുന്നത്. അതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും എല്ലാ വർഷവും എക്സിബിഷൻ കാണാൻ പോവാറുണ്ട്. എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കാണാൻ പോവാണ്ട് ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ കയറുമ്പോൾ തന്നെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ അവിടെ 3 ബെഡ്ഷീറ്റിനൊക്കെ 100 രൂപയാണ് കേട്ടോ. ഞങ്ങൾ വാങ്ങാനൊന്നും പോയില്ല, കാരണം അത് തൊട്ട് നോക്കിയപ്പോൾ പോളിസ്റ്ററൊക്കെ ആയിരുന്നു, അതുകൊണ്ട് വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ നേരെ നടന്നപ്പോൾ അവിടെ കമ്മലിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല കളക്ഷൻസ് ആയിരുന്നേ. അപ്പം ഞാൻ അവിടെ നിന്നും കുറച്ചൊക്കെ വാങ്ങിച്ചു. മാലയും വളയും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പം അപ്പവും നമസും പറഞ്ഞ് അവർക്ക് വാച്ച് വേണമെന്ന്. അപ്പോൾ വല്യമ്മ അവർക്ക് 2 ആൾക്കും വാച്ച് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ കഴിഞ്ഞ കൊല്ലം വാങ്ങിയ വാച്ച് ഇപ്പോഴും അവിടെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛമ്മ പറഞ്ഞു കേട്ടോ, കുറച്ച് സ്റ്റീലിൻ്റെ ഗ്ലാസസും പാത്രങ്ങളൊക്കെ വാങ്ങണമെന്ന്. അവിടെയാണെങ്കിൽ അത്യാവശ്യം വില കുറവിനാണ് കേട്ടോ കിട്ടുന്നത്. അങ്ങനെ അതും വാങ്ങിയിട്ട് നടന്നപ്പോഴാണ് കേട്ടോ അച്ചാച്ചൻ പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നത്. അച്ചാച്ചൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വിത്തുകൾ വാങ്ങണമെന്ന് കേട്ടോ. അപ്പോൾ കുറച്ച് വിത്തുകളും വാങ്ങിയിട്ട് നടന്നു. അപ്പോൾ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് ചട്ടികൾ വേണ്ട. അപ്പോൾ ചട്ടി വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ ഡ്രസ്സുകളുടെ സെക്ഷനിലേക്ക് പോയി. അവിടെ പറഞ്ഞ മാതിരി നല്ല റേറ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ അമ്മയുടെയും കൂടി ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യാൻ വാങ്ങിയൊക്കെയായിരുന്നു. നല്ല റിഫ്രഷിങ് ആയിരുന്നു കേട്ടോ ആ നേരത്തെ ഐസ്ക്രീം കഴിച്ചപ്പോൾ. ഏകദേശമൊക്കെ ഒരു വൈകുന്നേരം നേരമൊക്കെ ആയിരുന്നു. അപ്പോൾ ഐസ്ക്രീം കഴിച്ചപ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനെ നേരെ നടന്നപ്പോഴാണ് കേട്ടോ മറൈൻ വേൾഡിലുള്ള പോലത്തെ ടണൽ അക്വേറിയം കണ്ടത്. അപ്പോൾ ഞാനും അച്ഛമ്മയും കൂടിയിട്ട് അവിടെ കയറി. അച്ഛമ്മ അതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അച്ഛമ്മേനെയും കൊണ്ട് കയറി കേട്ടോ. ബാക്കി ഞാനും കണ്ടിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ അച്ഛമ്മേനെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 2 പേര് മാത്രമാണ് കേട്ടോ കയറിയുള്ളൂ. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വലിയ മീനുകളും പിന്നെ ഇതേപോലത്തെ കളർഫുൾ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ടൊക്കെ വെള്ളം ഉറ്റി വീഴുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. വലിയ മീനുകളും ചെറിയ മീനുകളും പിന്നെ സ്രാവും കുഞ്ഞു ഷാർക്കിനൊക്കെ കാണാൻ പറ്റി. അപ്പം ഞാനും അച്ഛമ്മയും കൂടിയിട്ട് ഒരു സെൽഫി എടുത്തു കേട്ടോ. എനിക്കങ്ങനെ സെൽഫി എടുക്കാനൊന്നും അറിയില്ല, എന്നാലും ഞാൻ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നപ്പോൾ ഗെയിമിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. ഞാനും അപ്പുവാണ് കേട്ടോ ഗെയിം കളിച്ചത്. പുണ്ണേച്ചി ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഇത് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ഇട്ടു. 18 പോയിൻ്റ് കിട്ടിയാലാണ് കേട്ടോ ഒരു സമ്മാനം കിട്ടുക. എനിക്കാണെങ്കിൽ 2 പോയിൻറ്റിൻ്റെ ഇതിനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് 16 പോയിൻ്റ് ഉണ്ടായിരുന്നുള്ളൂ. എന്നെ ഇതാ പുണ്ണേച്ചി പൊക്കി പിടിച്ച് നിർത്തിയിട്ടാണ് കേട്ടോ ഞാൻ ഇതാ ഇടുന്നത്, കാരണം എനിക്ക് കാണാനില്ല ഒന്നും. അപ്പം 16 പോയിൻ്റ് എന്ന് ആ ചേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ അപ്പു ഇട്ടു കേട്ടോ. അപ്പു ഇട്ടപ്പോൾ 1-ലേക്കാണ് കേട്ടോ വീണത്. അത് അതിലും കഷ്ടകാലം. അങ്ങനെ നടന്നപ്പോഴത്തേക്കും നമ്മുടെ മെയിൻ സ്പോട്ട് എത്തിയിട്ടോ. അവിടെ എത്തിയപ്പോൾ നമ്മൾ കോളിഫ്ലവറൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ സൈഡിൽ തന്നെയാണല്ലോ ഈ റൈഡ്സൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ വെറൈറ്റി സാധനം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞാനും നമസും പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തിലേക്ക് കയറി കേട്ടോ. ഇത് ഈ കൊല്ലാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ആയിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സ്ലൈഡും നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അതിലിങ്ങനെ ചാടാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രസമുണ്ട്. അതിൽ പൂള് പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ മൂടിയൊക്കെ കളിച്ചു. അപ്പോൾ അത് കണ്ടിട്ട് അപ്പൂനും കയറണം എന്നൊരു വാശി. അപ്പോൾ അവനെയും കയറ്റി. അപ്പോൾ അപ്പു വന്നപ്പോൾ നമസുവിന് ഭയങ്കര സന്തോഷമായി. പിന്നെ അപ്പൂൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് കളിച്ചു. അങ്ങനെ നല്ല രസമായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഈ ചാടുന്ന സാധനത്തിലേക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് അതിലേക്കും കയറ്റിയിട്ടോ അവരെ. അപ്പോൾ ആ സമയം കൊണ്ട് പുണ്ണേച്ചിയും ഞാനും ഡ്രാഗൺ ട്രെയിനിൽ കയറി കേട്ടോ. അത് ഞങ്ങൾ എല്ലാ വട്ടവും കയറാറുണ്ട്, കാരണം എത്ര കയറിയാലും മടിക്കില്ല കേട്ടോ. ഒരാൾക്ക് 100 രൂപയാണ്.
10 റൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ 15 റൗണ്ടൊക്കെ കൊണ്ടുപോയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ ഇറക്കത്തിൽ കൂടെ അങ്ങനെ പോകുമ്പോഴൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ ഉണ്ട് അവർക്ക് വേറൊരു വാശി. അപ്പൂനും നംസൂനും ആ ഒരു ഹെലികോപ്റ്റർ കയറണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ അതിലും കൂടി കയറ്റിട്ടോ. ആ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ ഇതാ കപ്പിൽ കയറാൻ നിൽക്കുകയാണേ. മറ്റേ കറങ്ങുന്നൊരു സാധനമില്ലേ, അതിൽ കയറാൻ നിൽക്കുകയാണ്. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. കഴിഞ്ഞ വല്ല വഞ്ചിയിൽ കയറിയിട്ട് തന്നെ എനിക്ക് തല ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പൂർവ്വധൈര്യം സംഭരിച്ച് ഞാൻ കയറി. മൊത്തം ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ, അതായത് വലിയവരൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ചെറിയവരാണെന്നും കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്പീഡ് കുറച്ചു കേട്ടോ. പുണ്ണേച്ചി സെക്കൻഡ് ടൈമാണ് കയറുന്നത്. പുണ്ണേച്ചി പറഞ്ഞത് കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നുള്ളൂ, കഴിഞ്ഞ വട്ടം കയറിയപ്പോൾ നല്ല സ്പീഡായിരുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് സ്പീഡ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ആ ഒരു വെളിച്ചിൽ വരുമ്പോൾ എൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ അടർന്നു പോണ പോലെയൊക്കെ എനിക്ക് തോന്നി. മറ്റേ വഞ്ചിയിൽ കയറിയൊരു ഫീലൊക്കെ എനിക്ക് ചെറുതായിട്ടൊക്കെ കിട്ടി. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു അത് കറങ്ങാനൊക്കെ. അപ്പോൾ ഒരു സ്പീഡ് കൂട്ടുമ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കണ്ണടച്ചിരിക്കും. അപ്പോൾ ഓട്ടക്കണ്ണിട്ട് നോക്കുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ ദാ ഗൈസ് നമ്മുടെ റൈഡ് ഇതാ നിൽക്കാറായി. അങ്ങനെ ദാ ഗൈസ് ഞാൻ ഇറങ്ങുകയാണ്. ചെറുതായിട്ടൊക്കെ കാലുവേനയും കൈവേനയൊക്കെ ഉണ്ട്. കൈ ഞാനിങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുകയായിരുന്നു നല്ല. അങ്ങനെ ഞാൻ ദാ വെട്ടിയിട്ട വാഴ പോലെ കിടക്കുകയാണ്. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഉഷാറായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു കേട്ടോ. അങ്ങനെ നടന്നപ്പോൾ ജൂബിലി മിഷൻ കണ്ടു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ സ്കെലിട്ടനെ കണ്ടു കേട്ടോ. കുറച്ചുകൂടി നടന്നപ്പോൾ, അതായത് അതിൻ്റെ അടുത്ത് തന്നെ ഈ എല്ലുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച പോലെ ഉണ്ടായിരുന്നു. വീണ്ടും നോക്കിയപ്പോൾ ഒരു ഒറിജിനൽ കുഞ്ഞിനെ ഇങ്ങനെ ഒരു ഗ്ലാസ്സിലിട്ട് വെച്ച പോലെ ഉണ്ടായിരുന്നു. വീണ്ടും നടന്നു. കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും ഒരു മരം കണ്ടു കേട്ടോ. ബട്ടൺ ഞെക്കുമ്പോൾ അതിൻ്റെ ലൈറ്റ് കത്തുന്ന പോലത്തെ ഒരു മരം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൃഷി വകുപ്പിൻ്റെ ഒരു ഭാഗത്തിലേക്കാണ് കേട്ടോ പോയത്. അതിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. കയറി നോക്കിയപ്പം അവിടെ കുറേ തരത്തിലുള്ള സ്പൈസസ് ഒരു ഇതിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ആ സൈഡിലായിട്ട് ഹൈറ്റും വെയിറ്റൊക്കെ നോക്കുന്നത് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ ആ ഒരു മേശയമേ എന്തോ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ സൈഡിലേക്ക് നോക്കിയപ്പോൾ ഉഴിച്ചിലിൻ്റെ എന്തോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്നു കേട്ടോ, വീണ്ടും നടന്നു. അങ്ങനെ ഞങ്ങൾ പോയത് കോർപ്പറേഷൻ്റെ പൗലിയനിലേക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഗാന്ധിജിയുടെ പ്രതിമയും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ആകാശപാതയുടെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. ആ കാണുന്ന കോർപ്പറേഷനാണ്. ഈ കാണുന്നത് തൃശ്ശൂർ റൗണ്ടാണ് കേട്ടോ. എന്തിനാ മിനിയേച്ചറൊക്കെ കാണാൻ. ഇത് ഇലക്ട്രീഷ്യൻ്റെ എന്തോ ആണ്. ദാ ഗൈസ് ഇതെന്നെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വടക്കുന്നാഥനെ മിനിയേച്ചർ കാണാൻ. അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ആൾക്കാർ ഇരുന്നും നടന്നൊക്കെ പോകുന്നതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും സൈഡിലേക്ക് നോക്കി പീച്ചി ഡാമിൻ്റെ മിനിയേച്ചറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്നപ്പോൾ അതാ ശക്തൻ തമ്പുരാൻ പാലസിൻ്റെ മിനിയേച്ചറും പാറമേക്കാവിൻ്റെ മിനിയേച്ചറും പിന്നെ പുത്തമ്പള്ളിയുടെ മിനിയേച്ചറും കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ISROയിലേക്കാണ് കേട്ടോ പോയത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ റോക്കറ്റിൻ്റെ സെറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ സ്പേസിൻ്റെ പടവും പിന്നെ റോക്കറ്റ്സിൻ്റെ മിനിയേച്ചേഴ്സൊക്കെ കണ്ടു. പിന്നെ സാറ്റലൈറ്റും പിന്നെ കുറച്ച് തിങ്സൊക്കെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ദാ ഗൈസ് ആ ബാഗ് ഇട്ട് പോകുന്നത് എൻ്റെ അമ്മയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ നടന്നു. അവിടെ പടുകൂറ്റൻ കെട്ടിടം പോലെ ഒരു റോക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ പ്ലാനറ്റ്സിലും നമ്മുടെ വെയിറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. എർത്തിലത്തെ വെയിറ്റ് നമുക്ക് അറിയാൻ പറ്റുമേ. അങ്ങനെ ഞങ്ങൾ നടന്ന് എക്സിറ്റിലെത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പം അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് 3D എഫക്റ്റ് കിട്ടുന്നതില്ലേ, അങ്ങോട്ട് നമ്മൾ കയറാൻ പോയപ്പം അതിൻ്റെ മുന്നിൽ തന്നെ ഡൈനോസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഡൈനോസറിൻ്റെ വേഷം ഇട്ടിട്ടുള്ള ഒരു ചേട്ടൻ ഇതാ ഇങ്ങനെ നടന്നു പോവാണ്.
അപ്പൂനും നംസൂനൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. ഞാനും ആ ചേട്ടൻ്റെ കൂടെ കുറേ കളിച്ചു. ഇപ്പോൾ ഒരു ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, അടുത്ത ഷോയാണ് കേട്ടോ നമ്മുടെ. അതുവരെ നമ്മൾ ആ ഡൈനോസറിൻ്റെ കൂടെ കളിച്ചു. എന്നിട്ട് നമ്മൾ കയറാൻ പോവാണ് കേട്ടോ. നല്ല AC ആയിരുന്നു അതിൻ്റെ അകത്ത്. അങ്ങനെ തുടങ്ങി. ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത്. ശരിക്കും നല്ല അടിപൊളിയായിരുന്നു. ഞാൻ സെക്കൻഡ് ടൈമാണ് കേട്ടോ കയറുന്നത്. ഞാനും പുണ്യേച്ചി അച്ചമ്മയായിരുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ഫോണിൽ കാണുമ്പോൾ അത്ര രസമില്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. എക്സിബിഷന് പോകുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. 2 വട്ടമായിരുന്നു കേട്ടോ ഷോ ഉണ്ടായിരുന്നത്. ഒരു ഷോ തന്നെ 2 കാർട്ടൂൺസ് കാണിക്കും 3D ആയിട്ട്. അങ്ങനെ ഗൈസ് ഷോ കഴിയാറായി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ അവിടെ നിന്ന്. നല്ല ഈസിയാണ്. ഇറങ്ങിയപ്പോൾ അവിടെ നമസും അപ്പുമൊക്കെ അവിടെ ഡൈനോസറിൻ്റെ കൂടെ തന്നെ കളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നപ്പോൾ വേറൊരു ഇതും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഫുൾ സാധനങ്ങൾ കേട്ടോ. അച്ഛമ്മയ്ക്ക് ഒരു ബാഗ് വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്കൊന്നും വാങ്ങിയില്ല കേട്ടോ, കാരണം ഞങ്ങൾ എക്സിബിഷനിൽ തന്നെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം വേറൊന്നും വാങ്ങിച്ചില്ല. അച്ഛമ്മയ്ക്ക് ഒരു ബാഗ് മാത്രമാണ് കേട്ടോ വാങ്ങിച്ചുള്ള അവിടെ നിന്ന്. അങ്ങനെ ഞങ്ങൾ പോയത് കേരള അഗ്രികൾച്ചർ ഇതിലേക്കായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോണ്ട് ഫുൾ പ്ലാന്റ്സ് ആണ്. പിന്നെ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള ഇങ്ങനെ റൈറ്റിങ്സൊക്കെ ചുമരുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പോസ്റ്റേഴ്സ് പോലെ. പിന്നെ അവിടെ നിന്ന് നമുക്ക് ചെടികളൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ. ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല, ഓൾറെഡി വിത്ത് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ചെടികളും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഒരു ഫിഷ് ടാങ്കിൽ നിറച്ച് മീനുകളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ വീണ്ടും ഒരു ഇതേപോലത്തെ ഒരു ഇത് കണ്ടപ്പം അതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറി നോക്കി. അവിടെയാണെങ്കിൽ ഫുള്ള് എന്താ പറയുക, ഈ കോഴികൾ റാബിറ്റ്സൊക്കെ ആയിരുന്നു. കണ്ടപ്പോൾ അതിശയം തോന്നിയിട്ട് ഇങ്ങനെയൊക്കെ എന്തിനിട്ടണേന്ന് ഒക്കെ തോന്നിപ്പോയി. അവിടെ പിന്നെ ഓരോ മൃഗങ്ങളുടെ എല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ ശരിക്കും ഇതായത് ആ കുതിരയുടെ തലയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കേരള പോലീസിൻ്റെയിലേക്കാണ് കേട്ടോ കയറിയത്. കയറുമ്പോൾ തന്നെ ഒരു ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നു. അയ്യോ, ഈ ഒരു സംഭവം എനിക്ക് ശരിക്കും പേടിപ്പിച്ചു കേട്ടോ. അങ്ങനെ അവിടെ ആയിട്ട് തന്നെ ഒരു ബോക്സിങ് ഏരിയ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ഇടിച്ചു കേട്ടോ. ആ ഒരു ഇതിൽ ഞാനും ബോക്സിങ് ഗ്ലൗസൊക്കെ ഇട്ട് ഇടിച്ചു. പിന്നെ ആ കേരള പോലീസിൻ്റെ 2 സൈഡിലുമായിട്ട് ഇതേപോലത്തെ ചിറകൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് എടുത്ു. അത് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ആനയുടെയും ഈ മാനിൻ്റെ ഒക്കെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ലേ, അതിൽ കയറി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഗൈസ്. എല്ലാവരും എക്സിബിഷന് പോകണട്ട, നല്ലതാട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.